എൻ്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. പ്രഖ്യാപിച്ച 26 പേർ തന്നെയായിരിക്കും ലോകകപ്പ് സ്ക്വാഡിലുണ്ടാകുക. നെയ്മറിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് കാർലോ ആഞ്ചലോട്ടി ഇന്നലെ പറഞ്ഞ വാക്കുകളാണിത്. മൊറോക്കോക്കെതിരായ ലോകകപ്പിലെ ആദ്യ മത്സരത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത മാച്ചിലോ നെയ്മർ മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇറ്റാലിയൻ കോച്ച് പറഞ്ഞു. ആമസോൺ മുതൽ ചാലിയർ വരെ നീളുന്ന ബ്രസീൽ ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്ത. കൂടെ ഈ 34-കാരനിൽ വിശ്വാസമുണ്ടെന്ന കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് ആഞ്ചലോട്ടി നൽകിയത്. ബ്രസീലിൻ്റെ വിഖ്യാതമായ 10-ാം നമ്പറിൽ ഒരാൾ അമേരിക്കൻ മണ്ണിൽ ഇറങ്ങുമെങ്കിൽ അത് നെയ്മർ തന്നെയായിരിക്കും. അതിൻ്റെ അവകാശി നെയ്മർ തന്നെയാണെന്ന് വിനീഷ്യസ് അടക്കമുള്ളവരും വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രസീൽ വേഴ്സസ് പനാമ ലോകകപ്പിനുള്ള ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപന ശേഷം കാനറിപ്പടയുടെ ആദ്യ സൗഹൃദ മത്സരമാണിത്. നേരിടേണ്ടത് ദുർബലരായ പനാമയാണെങ്കിലും വേദിയാകുന്നത് മാരക്കാന സ്റ്റേഡിയമാണ്. ലോകകപ്പിന് മുമ്പ് സ്വന്തം നാട്ടിൽ ബ്രസീൽ അവസാനമായി കളത്തിലിറങ്ങുന്നുവെന്ന നിലയിലും ഈ മത്സരം തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ പനാമയ്ക്കെതിരെ പന്ത് തട്ടുമ്പോൾ കാനറിപ്പടക്ക് മുന്നിൽ പ്രധാന പ്രതിസന്ധി പ്രതിരോധ നിര തന്നെയാണ്. സെൻട്രൽ ഡിഫൻസിലെ പ്രധാനികളായ ഗണേശിൻ്റെ ഗബ്രിയേലും PSG ക്യാപ്റ്റൻ മാർക്കിനോസും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് ശേഷം ടീമിനൊപ്പം ചേർന്നിട്ടില്ല. പെനൽറ്റി മിസ്സാക്കിയ ഗബ്രിയേലിനെ ചേർത്തുപിടിച്ച മാർക്കിനോസിൻ്റെ ചിത്രം നമ്മൾ കണ്ടതാണ്. ഇതോടെ ഗ്ലീസൺ ബ്രമർ, ലിയോ പെരേര എന്നിവർക്കാകും ഡിഫൻസീവ് ഡ്യൂട്ടി. വലതു വിംഗ് ബാക്കായി ഡാനിലോയും ഇടതു വിംഗിൽ അലസാൻഡ്രോയും ഇടം പിടിച്ചേക്കും. ലോകകപ്പ് മുൻനിർത്തി ടീം റൊട്ടേഷനും ആഞ്ചലോട്ടി തയ്യാറായേക്കും. ഗോൾ കീപ്പറായി അലിസൺ ബക്കർ തന്നെ എത്താനാണ് സാധ്യത. ബ്രസീൽ മിഡ്ഫീൽഡിൽ നെയ്മറിൻ്റെ അസാന്നിധ്യം തന്നെയാണ് പ്രധാനം. കാഫ് ഇഞ്ചുറി തുടർന്ന താരത്തിൻ്റെ തിരിച്ചുവരവിന് സമയമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടെ മുന്നേറ്റ നിരയിൽ വിനീഷ്യസ് ജൂനിയർ, റഫീഞ്ഞ എന്നിവരിലാകും കാനറികളുടെ പ്രധാന പ്രതീക്ഷ. സ്ട്രൈക്കറായി മത്തേവിയസ് കുഞ്ഞ് കളിക്കാൻ തന്നെയാണ് സാധ്യതകൾ. മധ്യനിരയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉണർന്നെണീറ്റ കസമിറോക്കൊപ്പം ന്യൂകാസിലിൻ്റെ ബ്രൂണോ ഗിമരായസ് ആകും കളിമെനയുക. ബൊറ്റഫോഗോയുടെ 25-കാരൻ മിഡ്ഫീൽഡർ ഡാനിലോ സാന്റോസിനും അവസരം ലഭിച്ചേക്കും. അതേസമയം പനാമയെ ചെറിയ മീനായി കാണാനാവില്ല എന്നതാണ് സമീപകാലത്തെ പ്രകടനം സൂചിപ്പിക്കുന്നത്. പരിശീലകൻ തോമസ് ക്രിസ്റ്റ്യൻസന്റെ ശിക്ഷണത്തിൽ ആക്രമണ ഫുട്ബോളാണ് ടീമിൻ്റെ ആപ്തവാക്യം. ചരിത്രത്തിൽ 2ാം തവണ ലോകകപ്പ് യോഗ്യത നേടാനായതിൻ്റെ കോൺഫിഡൻസുമായാണ് പനാമ എത്തുന്നത്. ബ്രസീലിനെതിരെ മികച്ച കളി പുറത്തെടുത്ത് കരുത്തോടെ അമേരിക്കയിലേക്ക് പറക്കാനാണ് പനാമയുടെ ശ്രമം. ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, ഘാന എന്നിവർ അടങ്ങിയ കരുത്തരുടെ ഗ്രൂപ്പിലാണ് പനാമയുടെ സ്ഥാനം. ഫ്രണ്ട്ലി മാച്ചിന് ശേഷം US പറക്കുന്ന ബ്രസീൽ ടീമിനെ പിന്നീട് നേരിടേണ്ടത് ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്തിനെയാണ്. US ഹഡിംഗ്ടൺ ബാങ്ക് ഫീൽഡ് സ്റ്റേഡിയത്തിൽ ജൂൺ 7-നാണ് ലോകകപ്പിന് മുമ്പുള്ള ബ്രസീലിൻ്റെ അവസാന സൗഹൃദ മത്സരം. പിന്നാലെ ഗ്രൂപ്പ് സിയിലെ ആദ്യ മത്സരത്തിൽ കരുത്തരായ മൊറോക്കോ ബ്രസീലിനെ കാത്തിരിപ്പുണ്ട്. ബ്രസീലിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച എതിരാളി. മൊറോക്കോയ്ക്ക് പിന്നാലെ ഹെയ്ത്തിയും സ്കോട്ട്ലൻഡുമാണ് ഗ്രൂപ്പ് സിയിൽ നേരിടേണ്ട മറ്റു ടീമുകൾ. ഇതിൽ മൊറോക്കോയുമായുള്ള മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ 3:30-നാണ്. ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരം രാവിലെ 6-നും സ്കോട്ട്ലൻഡുമായുള്ള മത്സരം പുലർച്ചെ 3:30-നുമാണ്. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായാണ് ബ്രസീൽ ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ ഗ്രൂപ്പ് എഫിൽ റണ്ണേഴ്സപ്പായി കയറുന്ന ടീമിനെയാകും റൗണ്ട് ഓഫ് 32-ൽ നേരിടേണ്ടി വരിക. നെതർലൻഡ്സ്, ജപ്പാൻ, സ്വീഡൻ, ടുണീഷ്യ എന്നിവരിൽ ഒരാളാകുമെന്നർത്ഥം. ജപ്പാനോ സ്വീഡനോ ആകാനാണ് കൂടുതൽ സാധ്യത. സാധാരണ ഗ്രൂപ്പിന് ശേഷം പ്രീ ക്വാർട്ടർ ആണെങ്കിൽ ഇക്കുറി റൗണ്ട് ഓഫ് 32 ആണുള്ളത്. ടീമുകളുടെ എണ്ണം കൂടിയത് തന്നെയാണ് കാരണം. ഇനി നെതർലൻഡ്സ് ഗ്രൂപ്പ് എഫിൽ 2ാമതായാൽ റൗണ്ട് ഓഫ് 32-ൽ തന്നെ ബ്രസീൽ ഡച്ച് പോരാട്ടം നടക്കും. ബ്രസീൽ തങ്ങളുടെ ഗ്രൂപ്പിൽ 2ാമതായാലും ഗ്രൂപ്പ് എഫിലെ ജേതാക്കളുമായി കോർക്കേണ്ടി വരും. അതായത് ഗ്രൂപ്പിൽ റണ്ണേഴ്സപ്പായാൽ റൗണ്ട് ഓഫ് 32-ൽ എതിരിടേണ്ടത് മിക്കവാറും നെതർലൻഡ്സിനെയാണെന്നർത്ഥം. എന്നാൽ ഗ്രൂപ്പിൽ ജേതാക്കളായി റൗണ്ട് ഓഫ് 32-ഉം വിജയിച്ചാൽ റൗണ്ട് ഓഫ് 16-ൽ എതിരാളികൾ ഇക്വഡോർ, നോർവേ, സെനഗൽ എന്നിവരാകാനാണ് സാധ്യത. ഇനി ജർമ്മനിയോ ഫ്രാൻസോ അവരുടെ ഗ്രൂപ്പിൽ 2ാമതായാൽ റൗണ്ട് ഓഫ് 16-ൽ ഇവരിൽ ഒരാൾ എതിരാളിയായി എത്താനും സാധ്യതയുണ്ട്. എന്നാൽ ഗ്രൂപ്പിൽ 2ാമതാകുമ്പോൾ റൗണ്ട് ഓഫ് 32-ൽ നെതർലൻഡ്സിനെ കിട്ടിയാലും റൗണ്ട് ഓഫ് 16 താരതമ്യേന എളുപ്പമാകും. മെക്സിക്കോ, സൗത്ത് കൊറിയ, സൗത്ത് ആഫ്രിക്ക, ചെക്ക് റിപ്പബ്ലിക്, കാനഡ, സ്വിറ്റ്സർലാൻഡ്, ഖത്തർ, ബോസ്നിയ ഇവരിൽ ഒരാൾ എതിരാളിയായി വരാനാണ് സാധ്യത. അപ്പോൾ അമേരിക്കൻ മണ്ണിലേക്ക് ബ്രസീൽ പറന്നിറങ്ങുമ്പോൾ ലക്ഷ്യം ഒന്ന് മാത്രം: 2002-ന് ശേഷം കൈവിട്ട കിരീടം തിരിച്ചുപിടിക്കുക. കാർലോ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് ബ്രസീൽ അവസാന ഒരുക്കങ്ങളിലാണ്.